Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് മിൽക്ക് പേട എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പേട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്യാം. ലോ ഹീറ്റിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. കൈ വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് നല്ല തിക്കായിട്ട് വരുന്നത് വരെ ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അത് പാനിൽ നിന്ന് വിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തിക്കായി വന്നതിന് ശേഷം ഒരുപാട് സമയം ഇതിനെ സ്റ്റൗവിലിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം. എന്നിട്ട് കുറച്ച് സമയം അതിനൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നമുക്ക് കൈകൊണ്ട് ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അതിനൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഒരുപാട് ചൂടുണ്ടെങ്കിൽ കൈ നല്ലപോലെ പൊള്ളും. കാരണം കയ്യിൽ നെയ്യും തേച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെറിയൊരു ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് കൈയുടെ നടുവിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. കൈയുടെ തള്ളവിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് അതിന് നടുവിലായിട്ട് 2 പിസ്ത ചോപ്പ് ചെയ്തെടുത്തതും കൂടി വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പേടയും ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് പാൽപ്പൊടി കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം സെർവ് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.